The Federation of Anglo-Indian Associations in India 13ാമത് അന്തർദേശീയ ആംഗ്ലോ ഇന്ത്യൻ സംഗമം ജനുവരി 11 മുതൽ 17 വരെ കൊച്ചിയിൽ നടക്കും. 7 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് ഈ സംഗമം കൊച്ചിയിൽ നടക്കുന്നത്. ഇൻഫന്റ് ജീസസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ആഗോള സംഗമം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. നമസ്കാരം. ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം ഞങ്ങൾ ഫെഡറേഷൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ അഖിലേന്ത്യാ സംഘടന ആണ് 13ാമത് ഇൻ്റർനാഷണൽ ആംഗ്ലോ ഇന്ത്യൻ റിയൂണിയൻ ജനുവരി 11 മുതൽ 17 വരെ 7 ദിവസങ്ങളിലായിട്ട് കൊച്ചിയിൽ നടക്കുന്നു. എൻ്റെ വിശദ വിവരങ്ങൾ പ്രസ് റിലീസിൽ കൊടുത്തിട്ടുണ്ട്. 11-ാം തീയതി ഇൻഫന്റ് ജീസസ് പാരിഷ് ഹാളിൽ വെച്ചിട്ട് കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര അർലേക്കറാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 12-ാം തീയതി കൊച്ചിയിൽ വെച്ച് കൊച്ചിൻ ക്ലബിൽ വെച്ച് മീറ്റിംഗ് ദി കമ്മ്യൂണിറ്റിയും കൊച്ചിയിലെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ഒരു ഹെറിറ്റേജ് വാക്കും നടത്തുന്നുണ്ട്. ആ ഹെറിറ്റേജ് വാക്ക് ഉദ്ഘാടനം ചെയ്തത് കൊച്ചി മേയർ അഡ്വക്കേറ്റ് മിനിമോളാണ്. 13-ാം തീയതി നടക്കുന്ന ആംഗ്ലോ ഇന്ത്യൻ ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവാണ്. 14-ാം തീയതി സെൻറ് തെരേസസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു മ്യൂസിക്കൽ ഈവനിങ്ങും അതോടൊപ്പം അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും പ്രമുഖരായ 20 വ്യക്തികളെ ആദരിക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ നിന്നുള്ള 3 പേരുണ്ട്. ഒന്ന് പ്രമുഖ പത്രപ്രവർത്തകൻ പ്രൊഫസർ ഇഗ്നേഷ്യസ് ഗൊൺസാൽവസ്. 2 നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു ഉഷാവുദിപ്പിനോടും മറ്റു ട്രൂപ്പുകളിലും സംഗീതവുമായി ബന്ധപ്പെട്ട ശ്രീ റെക്സ് ഐസക്സ്, അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലാണ്. 3ാമത് അന്റാർട്ടിക്ക പര്യവേഷണ സംഘത്തോടൊപ്പം മറീൻ എക്സ്പ്ലോറേഷനിൽ വ്യാപൃതരായിരിക്കുന്ന സയൻറ്റിസ്റ്റ് ഡോക്ടർ ഷെറിൻ കുബീലിയോ. അത് 3 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. ബാക്കി 17 പേരിൽ 8 പേർ വിദേശത്തു നിന്നും ബാക്കിയുള്ളവർ ഇന്ത്യയിൽ നിന്നുമാണ്. അങ്ങനെ 20 പേരെയാണ് ഞങ്ങളന്ന് ആദരിക്കുന്നത്. പിന്നെ അതിന് 5ാമത്തെ ദിവസം കൊച്ചിക്കായലിൽ അവർക്ക് ബോട്ട് ക്രൂസ് ഉണ്ട്. 6ാമത്തെ ദിവസം ഗ്രാൻഡ് ബോൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ തന്നെ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്ന ബോൾഗാട്ടി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഉള്ള ഗ്രാൻഡ് ബോൾ ഉണ്ട്. 7ാം ദിവസം കൺട്രി ടൂർ എന്ന് പറഞ്ഞിട്ട് അതിരപ്പള്ളിയിലേക്ക് ഒരു യാത്രയും അതോടൊപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കോളേജായ സദേൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അത് പഴയ MLA SP ലൂയിസ് സ്ഥാപിച്ചതാണ്. അതിപ്പോഴും വളരെ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്ററുകളുടെ മെയിൻ്റനൻസ് അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ അവിടെയാണ് താവളം. അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും നടക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ അവിടേക്കും ഒരു വിസിറ്റുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ അതിന് വേണ്ടത്ര ഒരു പ്രചരണം കൊടുക്കണം. നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഈ 7 ദിവസത്തെ പ്രചരണ വേദികളിൽ അതിനാവശ്യമായ പത്രത്തിൻ്റെ കവറേജും ഞാൻ ഈ ഫെഡറേഷന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. റെയിൽവേ ബോഗി എന്ന് പറഞ്ഞാൽ ആംഗ്ലോ ഇന്ത്യർക്ക് ഈ റെയിൽവേ ആയിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. റെയിൽവേ ലൈൻസ് ഇടാനായിട്ട് വന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ലോക്കൽ ലാംഗ്വേജ് അറിയാൻ പാടില്ലായിരുന്നു. ഈ ലോക്കൽ ലാംഗ്വേജിൽ അവരുടെ സ്ഥലമെടുപ്പിനും ഈ കാടുകൾ വെട്ടിത്തെളിക്കാനും ഈ ട്രാക്ക് പോകുന്ന സ്ഥലത്തൊക്കെ ഇതിന്
ഇത് ലേ ചെയ്യാനായിട്ട് അന്ന് വളരെയധികം സഹായിച്ചത് ആംഗ്ലോ ഇന്ത്യൻ അവർക്ക് ലോക്കൽ ലാംഗ്വേജും അറിയാം, ഇംഗ്ലീഷും അറിയാം. അത് മാത്രമല്ല അതിൻ്റെ റണ്ണിങ്ങിന് വളരെ ഇപ്പോഴും കുറേ പേര് ആംഗ്ലോ ഇന്ത്യനകത്തുണ്ട്. 10 വർഷക്കാലം ആംഗ്ലോ ഇന്ത്യർക്ക് അവിടെ റിസർവേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു പരിഗണന വെച്ചിട്ട് റെയിൽവേക്ക് വേണ്ടി ആംഗ്ലോ ഇന്ത്യർ ചെയ്ത സേവനങ്ങളുടെ ഒരു എന്താ പറയുക റിവാർഡായിട്ട് 10 വർഷത്തോളം റെയിൽവേയിൽ ആംഗ്ലോ ഇന്ത്യർക്ക് സംവരണം ഉണ്ടായിരുന്നു. നിരവധി പേർ എഞ്ചിൻ ഡ്രൈവർമാരും അതിന് ഹയർ പോസ്റ്റിലും മറ്റുമായിട്ട് റെയിൽവേയിൽ ജോലിയെടുത്ത ആൾക്കാരാണ്. അവർ പലരും വിദേശത്തേക്ക് പലരും പോയപ്പോൾ ഇത് അവർക്കൊരു വലിയൊരു സ്മരണ, ഒരു നൊസ്റ്റാൾജിയാണ്. അങ്ങനെ അതുകൊണ്ടാണ് റെയിൽവേ ബോഗി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു റെയിൽവേ ബോഗി പുനരാവിഷ്കരിക്കുകയാണ് ഇൻഫൻറ്റീസ് പാരിഷ് ഹാളിൽ. അതിൽ 2 വാതിലുണ്ട്. ഒരു വാതിലിൽ കൂടി കയറി അടുത്ത വാതിലിൽ കൂടി ഇറങ്ങുമ്പോൾ അവർക്കൊരു സാഷെ ഇട്ട് കൊടുക്കും. പിന്നെ അവർ ഇറങ്ങുമ്പോൾ അവർക്ക് മൈക്ക് കൊടുക്കും, നിങ്ങളുടെ റെയിൽവേ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. റെയിൽവേ ബോഗി ഇതിനോടകം തന്നെ ഇവിടുന്ന് പോയ പലരും വിദേശത്തുള്ളവർ തന്നെയാണ്. 50ഓളം പേര് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ റെയിൽവേ ബോഗിയിൽ കയറണമെങ്കിൽ സമയം കളയാതിരിക്കാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരതിനകത്ത് അതിൽ പങ്കെടുത്ത് അവരുടെ അനുഭവങ്ങൾ പറയും. ഇപ്പോൾ ഞങ്ങളുടെ കണക്കിൽ ഒരു 70,000-ഓളം ആംഗ്ലോ ഇന്ത്യൻ ഉണ്ട്. അതിൽ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏകദേശം 30,000-ഓളം പേർ ഈ കൊച്ചി അറൗണ്ട് ഏരിയയിലാണ്. കുറേ അധികം പേര് തൃശ്ശൂർ ജില്ലയിലെ കാടുകുറ്റി, പടിയൂർ എന്നുള്ള സ്ഥലങ്ങളിലുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, പിന്നെ ഇങ്ങോട്ട് വന്നാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ 2-3 സ്ഥലങ്ങളിൽ, എറണാകുളം ജില്ല, കൽപ്പറ്റ ചുറ്റി ആ ഭാഗത്ത് മാത്രം 70ഓളം ഫാമിലിയുണ്ട്. ആ ചുറ്റുപാടുകളിലുമായിട്ട് 140 ഫാമിലിയുണ്ട്. 140ഓളം പല എസ്റ്റേറ്റുകളിൽ പണിക്കാരും ജോലി, പിന്നെ അവിടെ ചെറുകിട കോൺട്രാക്ടർമാരും ഒക്കെ ആയിട്ട്.